ഹല്ലേലൂയ. എത്ര പേർ സന്തോഷത്തോടെ ഇരിക്കുന്നു? ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വളരെ സന്തോഷം. സർവശക്തനായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആലോചനകൾ അനേക ദൈവഭക്തന്മാരിലൂടെ മാറാത്ത നാഥൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൈവപ്രവൃത്തിയായി സ്തോത്രം. ആണോ? ഹല്ലേലൂയ. ദൈവം നമ്മുടെ മധ്യത്തിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഇതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്തിരുന്ന ചില വ്യക്തികളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കപ്പെടുമ്പോൾ അടുത്ത അത്ഭുതം എന്നിലായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഒരു അത്ഭുതം, ഒരു ജയം, ഒരു വിടുതൽ ഒരു സഭയിൽ, ഒരു വ്യക്തിയിൽ, നിങ്ങളുടെ അടുത്തിരിക്കുന്ന വ്യക്തിയിൽ നടക്കുമ്പോൾ ദൈവം മുഖപക്ഷം വിചാരിക്കുന്ന ദൈവം അല്ല. ദൈവം അവരോട് കരുണ കാണിച്ച് അവരെ ഉപദേശിച്ച് പ്രത്യേകമായ നിലയിൽ അനുഗ്രഹിച്ചു വിടുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ ദൈവിക സ്നേഹത്താലെ നിറഞ്ഞ് ദൈവവചനം പ്രസംഗിക്കുവാൻ കർത്താവ് കൃപ എനിക്ക് നൽകുവാനായിട്ട് ഇടയെത്തീർന്നു. എല്ലാ മഹത്വവും ദൈവത്തിന്. പ്രത്യേക എന്നോട് കാണിച്ച ആ ദൈവിക സ്നേഹത്തിന് ഈ സഭയുടെ ശുശ്രൂഷകൻ, കുടുംബം, കുഞ്ഞുങ്ങൾ, അഭിഷക്തരായ ദൈവഭക്തന്മാർ, ഇവിടെ ആയിരുന്ന ആ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് ആമേൻ. കർത്തൃദാസൻ പറഞ്ഞ പോലെ ഞാൻ രാവിലത്തെ ഈ സെക്ഷൻ കഴിയപ്പെടുമ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മടങ്ങി പോവുകയാണ്. നിങ്ങളെന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. ആമേൻ. വൈകിട്ടും ഇവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊരു പ്രത്യേക ആത്മീക ചൈതന്യത്തിൻ്റെ പ്രവർത്തനം ദൈവം ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. 38 വർഷം ബെഥെസ്ദ കുളത്തിൻ്റെ കരയിൽ കിടന്ന മനുഷ്യൻ ഒരിക്കലും തന്നെ അവൻ വിചാരിച്ചില്ല അവൻ അവിടെ നിന്ന് ജീവനോടെ പോകുന്നല്ലോ. അവൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം വർഷങ്ങൾ ധാരാളം കഴിഞ്ഞപ്പോൾ അവനൊരു തീരുമാനമെടുത്തു, ചാകുന്നെങ്കിൽ കൊടുക്കണ ചാവട്ടെ. ദൈവം തരുന്നൊരു ആശയമാണ്, ദൈവം തരുന്നൊരു ചിന്തയാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ പറയുക, കിടക്കുന്ന സ്ഥലം വിടുതലുള്ള സ്ഥലമാണ്. ആണോ? ആ ഇടത്ത് കിടന്ന് ഒരുവൻ ചാകാൻ, മരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം അവന് വേണ്ടി മാത്രം അവിടെ ഇറങ്ങി ചെല്ലുന്നു അല്ലേ? ബെഥെസ്ദ കുളത്തിൻ്റെ കരയിൽ യേശു വന്നിട്ട് മറ്റുള്ളവരെ കൂടെ സൗഖ്യമാക്കിയെന്ന് നമ്മൾ കാണുന്നില്ല. ഒരു മനുഷ്യനെ കണ്ടോ? വചനം കണ്ടോ? അവിടെ പല രോഗികളില്ലേ, പല പ്രശ്നങ്ങളില്ലേ? ഉണ്ട്. പക്ഷേ ആ മനുഷ്യനെ 38 വർഷം കൊണ്ട് കിടക്കുന്നവനെ മാത്രം യേശു അവിടെ ചെന്ന് പിടിവയ്ക്കുകയാണ്. അവനോട് പറയുന്നു, ഇനി മേലാൽ ഇവിടെ കിടക്കരുത്, എൻ്റെ വീട്ടിൽ പോയി കിടക്കാൻ പറഞ്ഞു. വിടുതലായോ? പ്രൈസ് ദി ലോർഡ്. ഒറ്റ ദൂത് വന്ന ആൾക്കാരെല്ലാം പറയുമായിരുന്നു, എന്ന് ഞാൻ ഇവനെ കണ്ടിട്ടാണ് അപ്പുറത്തോട്ട് പോണത്. പക്ഷെ ഒരു ദിവസം വന്നപ്പോ പുള്ളിയോടെ ഇല്ല. ദൂത് മനസ്സിലാവുന്നുണ്ടോ? നീ ഒരു നാളിൽ കാണും നിന്റെ വീട്ടിൽ ഒരു അതിശയം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഒരു നാളിൽ നീ കാണും. യെസ്, കാണും. ഒരു നാളിൽ കാണും. ഒരു നാളിൽ കാണും. എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? ഒരു നാളിൽ നമ്മൾ കാണാൻ പോകുകയാ. ഒരു നാളിൽ നമ്മൾ കാണാൻ പോകുകയാ. അത് ഇന്നെന്ന് പറഞ്ഞാട്ടെ, അത് നാളെ എന്ന് പറഞ്ഞാട്ടെ. ഇന്നലെ ഞങ്ങൾ കണ്ടു, മെനഞ്ഞാന്ന് ഞങ്ങൾ കണ്ടു, ഇന്ന് ഞങ്ങൾ മറ്റൊന്ന് കാണാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഉടബര ശാന്തര ജുഡബല ബബ രാതിര ഗഡജല ദിര ബല 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 ബൗ ശാന്തലാദി ബല ബൗ ശാര ബല ബബ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവനെ സൗഖ്യമായി ഇവൻ വീട്ടിലോട്ട് ചെല്ലപ്പെടുമ്പോൾ എന്നായിരിക്കും അവിടുത്തെ സീനല്ലയോ? ശരിയല്ലയോ? ഒന്നോർത്ത് നോക്കിക്കേ. എഴുതിത്തള്ളിയ കേസാ സൗഖ്യമായത് അല്ലേ പാസ്റ്റേ? അല്ലേ? എഴുതിത്തള്ളിയതാ. വീട്ടുകാരും വിചാരിച്ചു ഇനി അവൻ്റെ വസ്തുവൊക്കെ വാങ്ങിച്ച് ആർക്ക് പലർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കപ്പെടുമ്പോൾ അത് വാങ്ങിച്ച് കൊടുക്കും മുമ്പേ അവൻ അവിടെ എത്തി. നിന്നെ എത്തിക്കേണ്ട സമയമായപ്പോൾ എത്തിച്ചില്ലേ കുഞ്ഞേ?
ദൈവത്തിന് ആത്മാവിന്റെ ദൂത, നീ ഭാരപ്പെടേണ്ട, നീ നിരാശപ്പെടേണ്ട. നിന്നെ വിടുവിക്കേണ്ട സമയം അവൻ വിടുവിച്ച് അയക്കേണ്ടടുത്ത് അയക്കും. ഇത് നിന്നോടുള്ള ദൂത. നിന്നെ അയക്കേണ്ട സ്ഥലത്ത് ദൈവം അയക്കും. നിന്നെ തെരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവം അയക്കും. നിന്നെ ഒതുക്കിയ സ്ഥലത്ത് നീ അവിടെ ഒതുക്കി കൊടുക്കത്തില്ല. നിന്നെ ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച അയക്കേണ്ട ഒരു സ്ഥലത്ത് അയക്കുമെന്ന് ഞാൻ ദൈവാത്മാവിൽ ശക്തമായി വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഒരു കാലത്ത് നിന്റെ സന്തോഷത്തിന്റെ വീട് അവിടെ നിന്ന് രോഗിയായിട്ട് വന്നതിന് ശേഷമായി ഒരിക്കലും ദൈവാലയത്തിൽ വെച്ച് നീ തകർന്നു പോകത്തില്ല. നിന്നെ സൗഖ്യമാക്കി, നിന്റെ പ്രശ്നം മാറ്റി, നിന്റെ പ്രതികൂലം മാറ്റി നിന്നെ അയക്കുന്നവർ ദൈവം, അതാണ് യേശു. ഹല്ലേലൂയ. ആ ദൈവിക പ്രവർത്തനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി, അന്ന് പകല് ഞാൻ ചില വചനങ്ങളും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവശക്തി, ദൈവത്തിന്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. ദൈവശക്തിയും ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കൊടുക്കുന്ന അധികാരവും, ഇത് രണ്ടും നമ്മുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1-2 വേദവാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് വേണ്ടി വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകലവിധ ദീനവും വ്യാധിയും പൊറുപ്പിപ്പാനും അവർക്ക് അധികാരം. വളരെ ശ്രദ്ധിക്കേണ്ടതാക്കുന്ന ഒരു വേദവാക്യമാണത്. മീൻ പിടുത്തക്കാരായിരുന്ന തൻ്റെ ശിഷ്യന്മാര് വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരെ പരിശുദ്ധനായിരിക്കുന്ന ദൈവം വിളിച്ച് വേർതിരിച്ചതിന് ശേഷം അവർക്ക് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം അവർക്കൊരു അധികാരം കൊടുത്തു. അപ്പം ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ വചനപ്രകാരം എന്തോ ഉണ്ട്? ഒരു അധികാരം ഉണ്ട്. ശ്രദ്ധിച്ചോ. ദൈവത്തിൻ്റെ അധികാരം ദൈവം ആർക്കാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവത്തിൻ്റെ ഉപദേശം കേൾക്കുന്നവർക്കാ ദൈവം അധികാരം കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിൻ്റെ അധികാരം ഈ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം ഭൂമിയിൽ അല്ലെങ്കിൽ സമുദ്രത്തിൽ കിടക്കുന്ന മത്സ്യങ്ങളെ നിങ്ങൾ പിടിച്ചെടുക്കപ്പെടുമ്പോൾ അത് ഒരു കാരണവശാലും അതിന് പിണങ്ങിപ്പോകാൻ പറ്റത്തില്ല. ആ മീനിന് ഈ വലക്കകത്ത് കയറാൻ മനസ്സില്ല എങ്കിലും നിങ്ങൾ അധികാരത്തോടെ പിടിച്ചെടുക്കുന്നു. ഹല്ലേലൂയ. അധികാരത്തോടെ പിടിച്ചെടുക്കുവാൻ, അധികാരത്തോടെ ചില നേടുവാൻ ഒരു ദൈവിക വിളി കിടപ്പുണ്ട്. അത് ഈ നാളുകൾ ദൈവം ചെയ്തെടുക്കുക. നീ പ്രാർത്ഥിക്കുന്നുണ്ട് ചിലരെ രക്ഷിക്കണമേ, നീ പ്രാർത്ഥിക്കുന്നുണ്ട് പിടിക്കണമേ. പരിശുദ്ധാത്മ പറയുന്നു അതിനെ പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് നിശ്ചയമായി ദൈവാത്മാവ് തറപ്പിച്ച് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഈ ശിഷ്യന്മാരോട് ഇങ്ങനെ തന്നെ പറയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വല വീശിക്കൊണ്ടിരിക്കപ്പെടുമ്പോൾ അതിൻ്റെ അകത്ത് മീനുകൾ കിട്ടാതിരുന്നുവെങ്കിൽ നിങ്ങൾ ആ ജോലി നിർത്തിക്കളഞ്ഞേനെ. ക്ലിയർ. അവർക്ക് ആ മീൻ പിടുത്തം കൊണ്ട് ഗുണം ഉള്ളത് കൊണ്ടാണ് അവർ അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ശുശ്രൂഷയിൽ നിൽക്കുന്ന നമുക്ക്, യേശുവിനെ ആരാധിക്കുന്ന നമുക്ക് ദൈവം നമുക്ക് ഒരു അധികാരം തരുന്നുണ്ട്. അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ഹല്ലേലൂയ സകലവിധ ദീനവും വ്യാധിയും പൊറിപ്പിക്കാനും അവൻ നമുക്ക് അധികാരം തരുന്നു. ഈ ദൂതത്ര ഏറ്റെടുക്കുന്നു. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് ഞാൻ കൽപ്പിക്കപ്പെടുമ്പോൾ ആ അധികാരം എന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു അധികാരം കൊടുക്കുന്നു. വളരെ ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. വ്യാധിയെ പൊറിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ഞാനൊരു സ്ഥലത്ത് മെസ്സേജ് കൊടുത്തുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഒരു പാസ്റ്റർ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സഹോദരൻ ഇരിപ്പുണ്ട്. പക്ഷേ എന്നോട് ദൈവാത്മാ പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോയപ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ആത്മാവിങ്ങനെ ഇടപെട്ടു. ആ സഹോദരൻ്റെ കരം പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ ആ ദൈവദാസനോട് ഇരിപ്പുണ്ട്, പക്ഷേ ആ സഹോദരൻ്റെ കരം പിടിച്ചാണ് ഞാൻ പ്രാർത്ഥിച്ചത്. യേശുവിൻ നാമത്തിൽ അവിടെ അത്ഭുതം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഹല്ലേലൂയ, എനിക്കും അത് അറിയത്തില്ല, പാസ്റ്റർ ഇരിക്കപ്പെടുമ്പോൾ പാസ്റ്റർ കരം പിടിക്കുന്നില്ല, എനിക്കറിയത്തില്ലായിരുന്നു. മറ്റു ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ആ വിഷയത്തിന് അദ്ദേഹത്തിൻ്റെ കൈ പിടിക്കാൻ പറഞ്ഞു.
ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് ചോദിച്ചു, അമ്മൻ എന്താ അമ്മൻ ഈ നിങ്ങളെ കരം പിടിച്ച് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിട്ടാണ് ഞാൻ ചെയ്തത്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞിങ്ങനെയാണ്, പാസ്റ്റർ ഞാൻ അറിയപ്പെടുന്ന ഒരു ദൈവദാസനൊന്നുമല്ല, പക്ഷേ എൻ്റെ ദൈവം എന്നെ അനേക ഗ്രാമങ്ങളിൽ അയച്ചിട്ട് ചില രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ദൈവാത്മാവിന് തെറ്റ് പറ്റത്തില്ല, ദൈവാത്മാവിന് തെറ്റ് പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കാലിൻ്റെ അകം മൊത്തം പഴുത്ത് ആമൻ ഇരിക്കപ്പെടുന്ന ഒരു സഹോദരനോട് അദ്ദേഹത്തോട് ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ആ കാലിൻ്റെ അടിഭാഗം ഇങ്ങനെ കൈവച്ചിട്ട് നീ ശക്തമായി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. ഹല്ലേലൂയ. അതിനോട് കൽപ്പിക്കുവാൻ പറഞ്ഞു. താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സൂചി പോലും ആമേൻ ആ പഴുപ്പകത്തിരിക്കുന്നതിനെ കൊത്തിപ്പൊട്ടിക്കാൻ താൻ ഒന്നും ഉപയോഗിക്കാതെ വണ്ണം താൻ കൈവച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് പൊട്ടി ആ പഴുപ്പെല്ലാം പറന്നുപോയി. എന്നിട്ട് ആ കാലിനെ യേശു സൗഖ്യമാക്കി. ഓ ഹല്ലേലൂയ. നിന്നിലൂടെ ഈ ശുശ്രൂഷ തുടങ്ങാൻ പോവാ. ഹല്ലേലൂയ. യെസ്, വിശ്വസിക്കുക. നിന്നിലൂടെ അത് തുടങ്ങും, നിന്നിലൂടെ അത് തുടങ്ങും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി പറയുന്നു. ഹല്ലേലൂയ. മകളെ ധൈര്യത്തോടെ ഇരിക്കുക, നിന്നിലൂടെ അത് തുടങ്ങും. മകളെ നിന്നോട് ദൈവം അത് തുടങ്ങുമെന്ന്. ദൈവമാണ് തുടങ്ങുന്നത്, കർത്താവാ തുടങ്ങുന്നത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. അവനൊരു കാര്യം ചെയ്താൽ, അവനൊരു അധികാരം കൊടുത്താൽ, അവനൊരു അത്ഭുതം ചെയ്താൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കർത്താവ് അധികാരം കൊടുക്കുന്നു. അവിടെ തീരുന്നില്ല. ലൂക്കോസ് ആമേൻ 10:17 വാക്യം വായിച്ചാട്ടെ. അധികാരം പിന്നെയും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്, അധികാരം പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. 12 പേർക്കാണ് ഇവിടെ യേശു അധികാരം കൊടുക്കുന്നത്. ഇവിടുത്തെ അധികാരം എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. അവൻ 12 പേരെ കൊണ്ട് അധികാരം ഒതുക്കുന്നില്ല, പിന്നെയും അത് പടർന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ നിന്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട മകൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കേൾക്കുന്നുണ്ടോ? നിന്റെ വീട്ടിൽ അധികാരമില്ല എന്ന് പറഞ്ഞ വ്യക്തികൾ അധികാരത്തോടെ എഴുന്നേക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു കാര്യം ഓർത്തോ, ദൈവത്തിന്റെ പൈതലേ, നീ ദൈവത്തോട് അടുത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ നിനക്ക് പോലും അറിയാനൊക്കത്തില്ല ദൈവം ഈ മേഖലയിൽ നടത്തുമോ എന്ന്. പക്ഷേ ദൈവം നിന്നെ പറ്റി ഒന്ന് കണ്ടിട്ടുണ്ട്. ആ നിലയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരുമെന്നതിന്റെ അടയാളമാ നീ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദൈവവചന ധ്യാനത്തിലും ഇരിക്കുന്നത്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ ഹല്ലേലൂയ തൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച പിന്നെയും 70 പേർക്ക് അവൻ പകർന്നു കൊടുക്കുന്നു. തീരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി പഠിക്കപ്പെടുമ്പോൾ അത് 120 വരെ വ്യാപരിക്കുന്നു. ക്ലിയർ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാൻ പറയട്ടെ, സാധാരണക്കാരനെന്നില്ല, മുതിർന്നവരെന്നില്ല, ഏത് വ്യക്തികളെ കൊണ്ടും ദൈവം ഇത് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവം ചിലരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കാൻ പോകുകയാ. ഇന്ന് ചിലരെ കൊണ്ട് ഇവിടെ അധികാരം ചെയ്യിപ്പിക്കാൻ പോകുകയാ. ഒരു അധികാരത്തിന്റെ ശുശ്രൂഷ പരിശുദ്ധനായ ദൈവം ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുകയാ. ആത്മാവിൽ ഞാനത് കാണുന്നുണ്ട്. നീ പറയുന്നു, എനിക്ക് ആ കൃപയുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ പിടിച്ചെടുക്കാമായിരുന്നു, എനിക്ക് ആ വെളിപ്പാടുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അതവിടെ ചെയ്തെടുക്കാമായിരുന്നു, എനിക്ക് ആ ദൈവകൃപയുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് അവിടെ ഒരു സഭ സ്ഥാപിക്കാമായിരുന്നു, എനിക്ക് ആ ദൈവിക ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ ആലയത്തിൽ കൊണ്ടുവരാമായിരുന്നു, എനിക്ക് ആ ദൈവത്തിന്റെ അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ആ പ്രശ്നത്തെ ജയിക്കാൻ കഴിയുമായിരുന്നു എന്ന് ഞാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. നിനക്ക് ദൈവം ഒരു അധികാരം ഇന്ന് രാപ്പകൽക്കാലം ദൈവം നിനക്കത് തരാൻ പോകുകയാ. നീ കണ്ടിട്ടില്ലാത്തത്, കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്ത ഒന്ന് ദൈവം ഇന്ന് പകൽ ദൈവം ചെയ്യാൻ പോകുകയാ. എത്ര പേര് ദൂതേറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് ദൂതേറ്റെടുക്കുന്നുണ്ട്? അന്ന് 12 പേരെ കൊണ്ട് ദൈവം ഒതുക്കുന്നവനല്ല, 70 ഒതുക്കുന്നവനല്ല, ഇങ്ങനെ വളർത്തുന്ന ദൈവം ഇന്ന് ഈ പകൽക്കാലം നിന്നിലേക്ക് ആ ദൈവശക്തി വ്യാപരിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന, ഈ വചനം കേൾക്കുന്ന നിന്നിലേക്ക് ചില അധികാരങ്ങൾ, ചില അത്ഭുതങ്ങൾ, ചില വീരപ്രവൃത്തികൾ ഇതാ ദൈവം ചെയ്യാൻ പോകുന്നു. യെസ്,
ഉട്ടബല ബൗഷാരഗദ രംദ ബാല ബൗഡവ രാദൽ കടകം തലബല ബൗഷാരഗദ രംദല ഔഡബ രംദൽ പവഡ പരിബലബ ചില അധികാര ശുശ്രൂഷകൾ ചില വ്യാധികളെ പൊറിപ്പിക്കുന്ന അധികാരം, ചില രോഗികളെ സൗഖ്യമാക്കുന്ന അധികാരം, അത് ദൈവം കൈമാറുക. പരിശുദ്ധാത്മാവ് ചെയ്യുക. പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് അത് ചെയ്യുന്നു. ദൈവാത്മാവ് അത് ചെയ്യുന്നു വിശ്വസിച്ചു. ദൈവം അത് ചെയ്യുന്നു. ദൈവം അത് ചെയ്യുകയാ. ദൈവാത്മാവ് ഇതിനകത്ത് വളരെ ശക്തമായി തുടങ്ങുകയാണ്. നിന്നെ അധികാരമില്ലാത്ത വ്യക്തിയല്ല നീ. അവൻ കഴിവില്ലാത്ത വ്യക്തിയല്ല നീ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അടുക്കൽ വന്ന് നിനക്ക് ഇതാ ദൈവം നിനക്കൊരു അധികാരം തരികയാ. യെസ് യെസ് പാസ്റ്റർ. ദൈവം നിന്റെ മേൽ തന്നിരിക്കുക. ദൈവം നിനക്കത് തരികയാ. നിനക്ക് വേണ്ടിയിട്ടാ ദൈവം അത് തരാമെന്ന് പറഞ്ഞ്. നിനക്ക് വേണ്ടിയിട്ടുള്ളതാ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മളിവിടെ കാണുവാനിടയായി തീർന്നു ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ. ദൈവം ചെന്ന വിടുതൽ നമ്മൾ കാണുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ അധികാരം നമ്മുടെ മേൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ഹല്ലേലൂയ 1-8 വാക്യം വായിച്ചാട്ടെ. ഈ അധികാരം നമ്മുടെ മേൽ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഈ അധികാരം നമ്മുടെ മേൽ എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഹല്ലേലൂയ. ഒന്ന് വായിച്ചേ. ആ കരം ഉയർത്തൊരു ഹാലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി, നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവ ശക്തി, വചനം കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ വരുന്ന ശക്തി, നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി എങ്ങനെയുള്ള ശക്തി എന്നറിയാമോ? ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകുന്ന ശക്തി. ഹല്ലേലൂയ. നിന്റെ ദർശനങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ടോ? നിന്റെ ദർശനം പുറത്തു വരുന്നുണ്ടോ? നിന്റെ വെളിപ്പാട് പുറത്തു വരുന്നുണ്ടോ? നിന്നെ ഭൂമിയുടെ അറ്റത്തോളം കൊണ്ടുപോകുവാൻ ഇന്ന് രാത്രി പകല് ഒരു ശക്തി നിന്റെ മേൽ വരുന്നു. ഒരു ദൈവ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് പ്രാപിച്ചോ. യെസ് 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 പ്രാപിച്ചോ. യെസ് യെസ്. നിന്നെ ഇരുത്തിക്കളഞ്ഞത് ഇതാ മാറുക. ആ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. നീ വിടരുത്. അതാ ദൈവ അധികാരം. ദൈവത്തിന്റെ വചനത്തോട് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് അധികാരം എങ്ങനെയാണ് കിട്ടുന്നത്? ദൈവ വചനം കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ അധികാരം വെളിപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. നീ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച്. യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് യേശുവിന്റെ കൂടെ നടന്ന് യേശു പറയുന്നത് കേട്ട് മാത്രം ചെയ്ത് വന്നപ്പോൾ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അധികാരം തരും. പ്രൈസ് ദി ലോർഡ്. ഈ അധികാരം തരുന്നത് ഈ ലോകത്തിലെ ഗവൺമെന്റ് അല്ല, സ്വർഗീയ ഗവൺമെന്റ്. വിശ്വസിക്കുന്നുണ്ടോ കുഞ്ഞെ? ഇന്ന് സ്വർഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാകുന്ന സമയമാ. തൻ്റെ ദൂതന്മാരുമായിട്ട് തൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരുന്ന ദൈവശക്തി, അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവകൃപ ഇന്ന് എത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതിൻ്റെ ഒരു പവർ വ്യാപരിക്കട്ടെ, അതിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെടട്ടെ, അതിൻ്റെ ഒരു ശക്തി വ്യാപരിക്കട്ടെ. ആ ദൈവശക്തി, ആ ശക്തി നീ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ ശക്തി വേണോ? നീ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ കൃപ വേണോ? നീ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് വേണമെന്ന് പറഞ്ഞത് ഇന്നത്തോടെ അത് വെളിപ്പെടുകയാ. പ്രാപിച്ചുകൊണ്ടിരിക്കുക.
ഇവർ പ്രാപിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ശക്തിയോടെ വെളിപ്പെടാൻ പോകുകയാ. ഒരിക്കലും പ്രാപിക്കാൻ കഴിയാത്തത് ഇത് പ്രാപിക്കാൻ പോകുകയാ. ഒരിക്കലും ലഭിക്കാത്തത് അത് ലഭിക്കാൻ പോകുകയാ. യെസ്, തകർക്കുന്ന ദുഷ്ടഭുജത്തെ, ഉടയ്ക്കുന്ന നീചപാത്രത്തെ സിയോൻ പുത്രി ആർക്കുക എന്ന് സ്തുതി പാടുക. നിന്റെ രാജരാജൻ എഴുന്നള്ളാറായി. തന്നെ ഇരുത്തി കളയുവാൻ, തനിക്ക് എഴുന്നേറ്റ് നിന്ന് സ്തോത്രം ചെയ്യാൻ കഴിയാതെ ഇരുത്തുമെന്ന് പറഞ്ഞ ബന്ധനം അറ്റിരിക്കുക. വളരെ ശക്തിയോട് ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവാത്മാവിൻ്റെ പവർ, ദൈവാത്മാവിൻ്റെ ശക്തി അതിൻ്റെ നിലയിൽ വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. ഇനിയാണ് കഴുകൻ ചെറുകടിച്ച് പറക്കുന്ന പോലെ പറക്കല് തീർന്നെന്ന് പറഞ്ഞെങ്കിൽ ഇനി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇരുന്നെന്ന് പറഞ്ഞെങ്കിൽ ഇനി എഴുന്നേക്കാൻ പോകുന്നതേ ഉള്ളൂ. ദൈവിക പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ചില കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ചിലരെ പുറത്തെടുക്കുവാൻ ദൈവത്തിന്റെ വാഗ്ദത്തം ഇതാ വെളിപ്പെടുകയാ. അവനാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനം തിരിച്ചറിയുക, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി തൻ്റെ ദാസന്മാരിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ആ ദൈവ ശക്തിയാൽ നീ ആരാധിക്കുമ്പോൾ നീ മനസ്സിലാക്കണം, എന്നെ ദൈവം യഹൂദയില് ശമര്യയില്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ ദൈവം എന്നെ അയക്കുന്ന ശക്തിയാ, എന്നിൽ വെളിപ്പെടുന്ന ശക്തി. ഹല്ലേലൂയ. അനേകയിടത്ത് അയക്കുന്ന ശക്തി, അനേക രാജ്യങ്ങൾ അയക്കുന്ന ശക്തി, അനേക കെട്ടുകളെ പൊട്ടിക്കുന്ന ശക്തി, അനേക ദേശങ്ങളിൽ പോകുന്ന ശക്തി, അനേക ബന്ധനങ്ങളെ പൊട്ടിക്കുന്ന ശക്തി, അനേക രോഗികളെ സൗഖ്യമാക്കുന്ന ശക്തി, അനേക ബന്ധനങ്ങൾ അടിക്കുന്ന ശക്തി, അനേക പോരുകൾ അടിക്കുന്ന ശക്തി. അതാണ് ദൈവത്തിന്റെ ശക്തി. ഇന്ന് ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന ദൈവ ശക്തി ഒരിടത്ത് ഒതുങ്ങിയിരിക്കുന്ന ശക്തിയല്ല, ഒരു പ്രാവശ്യം മാത്രം വെളിപ്പെടുന്ന ശക്തിയല്ല. ഹല്ലേലൂയ. നിന്റെ വീട്ടിൽ വെളിപ്പെടാ, നിന്റെ ആലയത്തിൽ വെളിപ്പെടോ, നിന്റെ ജോലി സ്ഥലത്ത് വെളിപ്പെടോ, നിന്റെ തളർച്ചയിൽ വെളിപ്പെടോ, നിന്റെ അവസ്ഥയിൽ വെളിപ്പെടോ. എവിടെയും വെളിപ്പെടുന്ന ദൈവശക്തി. യേശുവിന്റെ ശിഷ്യന്മാരിൽ വെളിപ്പെടുന്ന ശക്തി നിന്ന് പോയില്ല. ആ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, ആ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. ആ ശക്തിയാണ് നമ്മുടെ ശക്തി, അതാണ് ദൈവം തന്ന ശക്തി. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ആ ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാണ്? അത് പ്രാപിച്ചോ. അതിന് പ്രാപിച്ചെടുക്കുന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ഓ ജീസസ്, ഹല്ലേലൂയ. ദൈവാത്മാവിന്റെ വലിയൊരു ശക്തി ഇന്ന് ഈ സമയത്തിൽ ദൈവം ഇവിടെ ചെയ്തെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ ശക്തി അവരുടെ മേൽ വന്നു. ആ ശക്തി അവരുടെ മേൽ വന്നപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, ഈ ശക്തി നിങ്ങൾക്ക് ഹല്ലേലൂയ കിട്ടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇനി ഒന്നും തടസ്സമല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പകർന്ന ശക്തി അനേക രാജ്യങ്ങളിലേക്ക്, അനേക പട്ടണങ്ങളിലേക്ക് ദൈവിക ശക്തി നിന്നിൽ വെളിപ്പെട്ടത് ദൈവം നിന്നെ ഉപയോഗിച്ച് ചെയ്യാൻ പോവാ. ഞാൻ ദൈവാത്മാവിൽ പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ K.A. എബ്രഹാം പാസ്റ്ററും കണ്ണന്തുട്ടയിലെ പാസ്റ്റർ YS എലീഷ എന്ന് പറയുന്ന പാസ്റ്ററും കൂടെ ചേർന്ന്, ഞാൻ 5 ദിവസമാണെന്ന് തോന്നുന്നു, ഒരു വലിയൊരു കൺവെൻഷൻ അവൻ വർഷം മുമ്പ് നടത്തിയിരുന്നു. അന്ന് ആ കൺവെൻഷൻ നടത്തുമ്പോൾ പാസ്റ്റർ K. എബ്രഹാമിലൂടെ വളരെ അധികാരത്തിൻ്റെ വാക്കുകളും ആമേൻ ഒത്തിരി വിഷയങ്ങൾ അദ്ദേഹത്തിലൂടെ ദേശത്തുള്ള ആലോചന അറിയിച്ചു. പക്ഷേ എന്നോടുള്ള ദൂത് പറഞ്ഞത് YS എലീഷ പാസ്റ്ററായിരുന്നു. എന്നോടുള്ള കറക്റ്റ് ദൂത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു പാസ്റ്റർ എന്താ പറഞ്ഞതെന്ന്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ അപ്പോൾ പറഞ്ഞത് എന്തെന്ന് ഞാൻ അപ്പോൾ കൈയടിച്ചും സ്വോത്രം പറഞ്ഞെങ്കിൽ വിട്ടു. അത് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ദൈവമേ, ഈ പാസ്റ്ററാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ലക്ഷങ്ങൾ ചെലവഴിച്ച് കൺവെൻഷൻ നടത്തുന്നതിൻ്റെ പിന്നിൽ അത് വേറെ ഒരു കാര്യമല്ല, ഇതിൻ്റെ പിന്നിൽ ചില ഭക്തന്മാർ, ഇതിനകത്തിരിക്കുന്നവരെ അനേക രാജ്യങ്ങളിൽ കൊണ്ടുപോയി മാനിക്കാനാണെന്ന് ആ എലീഷ പാസ്റ്റർ ദൂത് വിളിച്ച് പറഞ്ഞു.
അതിനുശേഷമായിട്ടാണ് എനിക്ക് അമേരിക്കയിലേക്ക് വരുവാൻ വഴിയൊരുങ്ങുന്നത്. ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ വന്നിട്ട് ഞാൻ നാട്ടിൽ ചെന്നതിന് ശേഷമായിട്ട് ഈ പ്രസംഗം ഞാൻ ഒന്നുകൂടെ കേട്ടുകൊണ്ടിരിക്കപ്പെടുമ്പോൾ ഈ എലീഷ പാസ്റ്റർ പറഞ്ഞ ദൂത് പെട്ടെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. എൻ്റെ മോള് പറഞ്ഞു, പപ്പതേ പാസ്റ്റർ പറഞ്ഞൊരു ദൂത് ഈ കൺവെൻഷൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് നടത്തുന്നതിൻ്റെ പിന്നിലത്തെ രഹസ്യം ചില ദൈവഭക്തന്മാർ അനേക രാജ്യങ്ങളിൽ കൊണ്ടുപോയി മാനിക്കാനാണെന്നുള്ളത് ദൂത് കിടക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ എനിക്കത് മനസ്സിലായി. ഓർത്തോ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രസംഗമെല്ലാം ടേപ്പ് ചെയ്ത് വെച്ചോ. നടക്കുമ്പോൾ നീ ദൈവത്തിന് സ്വോത്രം പറഞ്ഞേക്കണം. എല്ലാം ടേപ്പ് ചെയ്ത് വെച്ചാറ്. ഇതൊക്കെ നടക്കും പാസ്റ്റർ, ഇതൊക്കെ ദൈവം ചെയ്യും, ഇതൊക്കെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. അതുകൊണ്ട് ചെയ്യത്തക്ക തരത്തിൽ ദൈവപ്രവൃത്തി വചനത്തിലൂടെയും ഉപദേശത്തിലൂടെയൊക്കെ ദൈവം പറഞ്ഞത്, തൻ്റെ ഭക്തൻ പറഞ്ഞല്ലേ, തൻ്റെ ദാസന്മാരുടെ പറഞ്ഞ കാര്യം നീ ആക്കാൻ വിട്ട് വിശ്വസിക്കണം. ഞാൻ ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്ത പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ അന്ന് പറഞ്ഞ ദൂത് എനിക്ക് വ്യക്തമായി മനസ്സിലായത് ഇപ്പോഴാ. ഇനിയും വിളിക്കട്ടെ, പ്രൈസലോ, ഇനിയും വിളിക്കും. ഇതിനകത്തിരിക്കുന്നവര് ഞാൻ അങ്ങോട്ട് വിളിക്കും, നിങ്ങളങ്ങോട്ട് വിളിക്കും. ആത്മീക സ്നേഹബന്ധം വർദ്ധിക്കട്ടെ. പ്രൈസലോ. ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ. ദൈവിക ശക്തി ഒരുവനിൽ വെളിപ്പെട്ട് വരപ്പെടുമ്പോൾ അവനിൽ തന്നെ ആദ്യം വെളിപ്പെടും. ശരിയല്ലയോ? ആ ശക്തി ഇന്നലെ വെളിപ്പെട്ടപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ആ ശക്തി വെളിപ്പെട്ടപ്പോൾ ഇവിടെ ഓരോരുത്തരും അറിയാൻ കഴിഞ്ഞു. ഞാനിത് ഇന്നത്തെ ദൂതാണ്. ഈ പ്രാപിച്ച ശക്തി നിന്നെ ഒരു ഹോളിനകത്തിരുത്തുന്നതല്ല, പുറത്തു കൊണ്ടുപോകുന്നതാണ്. മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ ഇന്നലത്തെ പോലെയുള്ളതാകുന്ന ഒരു ഭയങ്കരമായിരിക്കുന്ന ആമേൻ ആരാധനയോ അല്ലെങ്കിൽ ഭയങ്കരമായിരിക്കുന്ന ആമേൻ ഒരു പ്രവർത്തനം കണ്ടില്ല വന്നേക്കാം. പക്ഷെ നീ മനസ്സിലാക്കണം, ഞാൻ പുറത്തേക്ക് പോകുന്ന ഒരു ദൂത ദൈവം പറയുന്നേ. നീ പറയുന്നില്ലേ, ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ യഹോവയെ. അപ്പൊ അങ്ങനെ തന്നെ പോകുമെന്ന് പറയണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ദൈവമയക്കും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ സുവിശേഷം വരെ നിൽക്കപ്പെടുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്നത്, കർത്താവേ, ദൈവ വേലയ്ക്ക് വേണ്ടിയിട്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും ആമേൻ ബസ് കയറ്റി അയക്കണം, ട്രെയിനെ കയറ്റി അയക്കണം, പ്ലെയിനെ കയറ്റി അയക്കണം. പ്രാർത്ഥനകളായിരുന്നു. ഹല്ലേലൂയ. ദൈവം അതേപോലെ ഞങ്ങളെ കുടുംബമായിട്ട് തന്നെ ആമേൻ ബസ്സെ കയറ്റി അയച്ചു, ട്രെയിനെ കയറ്റി അയച്ചു, പ്ലെയിനെ കയറ്റി അയച്ചു. ഞങ്ങൾ യു പിയിലേക്ക് ഞാനും ഭാര്യയും മോനും മോളും ഹല്ലേലൂയ ഞങ്ങൾ 4 പേരും കൂടെ പ്ലെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇന്നേക്ക് ഏകദേശം 9 വർഷങ്ങൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ കാര്യം ദൈവം സഫലമാക്കുന്നു. ആ പ്ലെയിനിനകത്ത് ഭാര്യയും 2 മക്കളും അകത്തിരിക്കപ്പെടുമ്പോൾ ഞാൻ ആ പണ്ട് ദൈവസന്നിധി വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഓർത്തുപോയി. കുറിച്ചിട്ടോ, നീ പ്രാർത്ഥിച്ചതും എഴുതി വെച്ചതും ഇപ്പൊ കാണുന്നില്ലായിരിക്കാം, നിന്റെ കണ്ണിൽ കാണാൻ പോവാ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ പറയുക. അനുഭവ സാക്ഷ്യത്തോട് കൂടെ ഞാൻ പ്രസംഗിക്കുന്നത്. ദൈവം നിന്നിൽ ചെയ്യും. നീ മരിക്കും മുമ്പ് തന്നെ നീ കാണും. കാരണം നീയാണ് പ്രാർത്ഥിച്ചത്, കാരണം നീയാണ് കണ്ണീരൊഴിക്കത്. ആണോ? നിന്നെ കാണിക്കാതെ പിന്നെ ആരെയും ദൈവം കാണിക്കുന്നേ? ഒരു ദൂത് പറയാൻ ദൈവാത്മാ പറയുന്നു. മരിച്ചിട്ടില്ലാത്ത യോസേപ്പ് മരിച്ചെന്നുള്ളതാകുന്ന അടയാളത്തോടുകൂടെ യോസേപ്പിന്റെ സഹോദരങ്ങൾ യോസേപ്പിന്റെ വസ്ത്രം അടിച്ചെടുത്ത് ഒരാടിനെ കൊന്ന് രക്തം പുരട്ടി അപ്പൻ്റെ കൈ കൊണ്ട് കൊടുത്തേച്ചിട്ട്, അപ്പ നീ ഞങ്ങളെക്കാൾ ഇവനെയല്ലേ സ്നേഹിച്ചത്, ഇരുന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് ഇസ്രായേലിന് പേരുള്ള യാക്കോബിൻ്റെ കൈ കൊടുക്കുമ്പോൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നതാക്കുന്ന യോസേപ്പാകിയാൽ ദൈവത്തോട് ചോദിക്കാതെ വണ്ണം പുള്ളി വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ദൂത് മനസ്സിലാക്കുന്നുണ്ടോ? നിന്നെ കരയിപ്പിക്കുന്ന ഏത് വാർത്തകൾ ഡോക്ടറല്ല ഏത് വ്യക്തികൾ പറഞ്ഞാലും ആ മേളത്തെ ദൈവം എന്ത് പറഞ്ഞാൽ അതാ ഓർക്കേണ്ടത്. ചെറിയൊരു തലക്കറക്കം പോലെ വന്നിരിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനൊന്നും ശരിയായില്ല, ആശുപത്രിയിൽ നിന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് നിൻ്റെതാകുന്ന തലയ്ക്കകത്തുള്ളാക്കുന്ന 2 ഞരമ്പ് ഇപ്പോൾ ചുളുങ്ങിയിരിക്കുകയാണെന്ന്. ഉടനെ നിൻ്റെ വിശ്വാസം ചുളുങ്ങി പോകരുത്.
ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലേ, നീ അവിടെ പറയേണ്ടത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ. ആമേൻ. ഈ അസ്ഥികൾ ജീവിക്കുമോ? എഗസ്കേൽ 37 അത് ജീവിക്കും. അതിനെ ഞരമ്പ് പിടിക്കുന്നു, അതിനെ ത്വക്ക് വെക്കുന്നു, അതിനെ മാംസം പിടിപ്പിക്കുന്നു, അതിനെ വലിയ സൈന്യമാക്കി എഴുന്നേൽപ്പിച്ച ദൈവം നമ്മുടെ ദൈവം ഇന്ന് ചിലത് ജീവിക്കാൻ പോകുകയോ, ചിലത് ജീവിക്കാൻ പോകുകയോ, ചിലത് ജീവിക്കാൻ പോകുകയോ, ചിലത് ജീവിക്കാൻ പോകുകയോ. ഓ, അധികാരം അധികാരം അധികാരം. ഞരമ്പിന്റെ മേൽ അധികാരം, മാംസത്തിന്മേൽ അധികാരം. ആമേൻ. അസ്ഥിയുടെ മേൽ ഞരമ്പ്. ആമേൻ. അധികാരം അധികാരം. ഓ, പൗഡർ ഇക്കാമല. ദൂതുകൾ ഏറ്റെടുത്തോട്ടെ, ദൂതുകൾ ഏറ്റെടുത്തോട്ടെ. അധികാരം അധികാരോ. ഓ, ഉദരബരബരബ ശാന്തല പൗഡർ പരിപാലബലബലബ. സ്വത്ര പരിശുദ്ധാത്മാവിൽ ദൈവസ്നേഹത്തോടെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. കരഞ്ഞുകൊണ്ടിരിക്കുന്ന യാക്കോബിന് ദൈവം പറഞ്ഞു, ഹല്ലേലൂയ, നിന്റെ കരച്ചിൽ ഞാൻ മാറ്റുവാൻ തക്കവണ്ണം നിനക്ക് ഞാനൊരു വാഗ്ദത്തം വെച്ചിട്ടുണ്ട്. നീ കണ്ണടയും മുമ്പ് തന്നെ നിന്റെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. ദൈവം ശരിക്കടപ്പെടുന്നു. നിന്റെ കണ്ണ് തുറന്നിരിക്കപ്പെടുമ്പോൾ നീ സ്നേഹിച്ച നിന്റെ മകനായിരിക്കുന്ന യോസേപ്പ് അവന്റെ കണ്ണടഞ്ഞെന്ന് ആരോ പറഞ്ഞത് കേട്ട് നീ എന്നോട് ചോദിക്കാതെ നീ ഇത് വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കപ്പെടുമ്പോൾ കണ്ണടഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതാകുന്ന യോസേപ്പ് കണ്ണടഞ്ഞിട്ടില്ലെന്ന് നിന്റെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണിക്കും. നീ വിചാരിക്കുന്നു ആ മകൻ കണ്ണടഞ്ഞു പോയി, അവൻ്റെ അകമുള്ള കണ്ണടഞ്ഞു പോയി, അവളുടെ കണ്ണടഞ്ഞു പോയി, ഇനി അവൾ പ്രാർത്ഥിക്കത്തില്ല, അവളിനി ആരാധിക്കത്തില്ല, അത് സഭയ്ക്കും വരത്തില്ല, അവിടെ വിടുതൽ വരത്തില്ല. നീ വെറുതെ പറയരുത്. നിന്റെ ദൈവം അങ്ങനെയല്ല പറയുന്നത്. നീ പറയുന്ന പോലല്ലേ ദൈവം പറയുന്നത്. ദൈവം പറയുന്നത് വേറൊന്നാ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? 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 എത്ര പേർ വിശ്വസിക്കുന്നു? അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ. ദൈവിക പ്രവൃത്തി വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഹോ, ഹല്ലേലൂയ. ദൈവാത്മാവ് വളരെ ശക്തമായി പറയുന്നു. ദൈവാത്മാവ് വളരെ അധികാരത്തോടെ എന്നോട് വിളിച്ചു പറയാൻ പറയാ. ഹല്ലേലൂയ. യോമൻ യാക്കോബിന്റെ കണ്ണിലേക്ക് പരിശുദ്ധനാകുന്ന ദൈവം, പ്രൈസ് ദി ലോർഡ്, ജീവിച്ചിരിക്കുന്ന യോസേപ്പിനെ ദൈവം കാണിച്ചു കൊടുക്കപ്പെടുമ്പോൾ ഉണങ്ങി ചോട്ടി വലിഞ്ഞിരിക്കുന്ന ഒരു യോസേപ്പിനെ അല്ല യാക്കോബ് കാണുന്നത്. നീ ഇന്നലെ വരെയും നിന്റെ മക്കളെ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇനി കാണാൻ പോകുന്നത്. നീ ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്നത് പോലെ അല്ല നിന്റെ വീടിനെ കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല ഇനി സഭ കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല നിന്റെ ദേശം കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കണ്ടുകൊണ്ടിരുന്ന പോലെ അല്ല നിന്റെ ബന്ധക്കാർ കാണാൻ പോകുന്നത്. ഇന്നലെ വരെ കണ്ടതുപോലെ അല്ല നിന്റെ ചാർച്ചക്കാർ കാണാൻ പോകുന്നത്. ഒരു വ്യത്യാസം. ദൈവജനത്തോട് ഞാൻ ആത്മാവിൽ പറയുകയാ, ഇത് ആത്മാവിന്റെ ഉള്ളിൽ കത്തിച്ചു വിട്ടതായ ഒരു ദൂത ഞാൻ വിളിച്ചു പറഞ്ഞേ. നിന്റെ കാഴ്ചകൾ മാറിക്കഴിഞ്ഞു, നിന്റെ നിലപാടുകൾ മാറിക്കഴിഞ്ഞു. അത് മാറിയെന്നതിന്റെ അടയാളമാ നിന്നിൽ മാറിയത്. ദൂതുകൾ ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ഉണങ്ങിയിരിക്കുന്നതാകുന്ന യോസേപ്പിനെ പ്രൈസ് ദി ലോർഡ് യാക്കോബ് കണ്ടെങ്കിൽ അവന് വേദന കൂടുമായിരുന്നു. പക്ഷേ യാക്കോബ് കാണുന്ന കാഴ്ച ഗംഭീര കാഴ്ച. മിസ്രൈമിലുള്ളവർക്ക് പോലും അത്രത്തോളം ഉയരാൻ കഴിയാത്ത സ്ഥാനത്ത് ഓ മരിച്ചെന്ന് പറഞ്ഞ് ഉയർന്നു നിൽക്കുക. അങ്ങനെ ഉയരും നിങ്ങളുടെ മകൾ. മരിച്ചെന്ന് കേട്ടതാകുന്ന നിലയിൽ നിന്നും ഉയർത്തിയിരിക്കുന്ന ഉയർച്ച ഇതുപോലെ ഉയരാനാ. മരിച്ചതുപോലെ, തകർന്നതുപോലെ, ഉടഞ്ഞതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു ദിവസം വന്നെങ്കിൽ അടുത്തൊരു കേൾവി ഈ ആഴ്ചയിൽ വരാൻ പോകുകയാ.
ഈ അമേരിക്കയുടെ ഭാഗത്ത് മാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്ത് മാത്രമല്ല, ഏത് രാജ്യത്തായാലും ശരി, തകർന്നു പോയ നിന്റെ തല ഉയർത്തേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്വമാ. യോസേപ്പിന്റെ തല ദൈവം ഉയർത്തെങ്കിൽ ആത്മാവിൽ പറയുക, നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ദൈവജനം ദൂത് ഏറ്റെടുത്തായിരുന്നല്ലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇവിടെ പാസ്പോർട്ട് ഇവിടെ ദൂത് പറഞ്ഞതാ. ഇതിനകത്ത് ചില സാക്ഷ്യം പറയുന്നു. ഇന്നലെ ഒരാളെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഒട്ടി വലിഞ്ഞിരിക്കുന്ന സാക്ഷ്യം വേണ്ട, തൊടു തടാ തുടിക്കുന്നത്. ഇപ്പൊ പിടിച്ചത് കൊണ്ടുവരാനാ യേശു പറഞ്ഞേ. കീറും എന്ന് പറഞ്ഞല്ല, കീറിയതിനെ പറയണം. ഇതിനകത്ത് പൊങ്ങും. ഈ ശബ്ദം ആരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നോ നിങ്ങളുടെ വീട്ടിലല്ലേ ഇത് പൊങ്ങും. ദൈവം ചെയ്യും. കാരണം നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിന്റെ വചനം. ഉടഞ്ഞു പോയിരിക്കുന്നതാകുന്ന യാക്കോബിൻ്റെതാകുന്ന കണ്ണിൽ പിന്നെയും ഉടഞ്ഞിരിക്കുന്ന ഒരു യോസേപ്പിനല്ല കണ്ടത്. അന്നോ ഏറ്റവും അധികം അധികാരത്തോടെ നിൽക്കുന്ന ഇവനെ ഉയർത്തി ആരാ? ഇവന്റെ അപ്പനല്ല, ഇവന്റെ അമ്മയല്ല. കുഞ്ഞെ, നിന്റെ തലമുറത്ത് നീ എന്തിനാ കരയുന്ന? മക്കൾ ദൈവത്തിന്റെ ദാനം, അവൻ നോക്കിക്കൊള്ളും. ഞാൻ പരിശുദ്ധമ പറയുന്നു, മക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, തലമുറയോർത്ത് ദൈവത്തോട് നിലവിളിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോട് ദൂത ഞാൻ പറയുന്നേ, അല്ലെ വിശ്വസ്തനായിട്ട് നിൽക്കുന്ന യോസേപ്പിനെ ദൈവം തമ്പുരാൻ ഉയർത്തിപ്പിടിക്കുന്നത് കണ്ടോ? ഇതുപോലെ വിശ്വസ്തനായിരിക്കുന്നവരെ ഉയർത്തുന്ന ഒരു വിശ്വസ്തനാം ദൈവം നമുക്കുണ്ട്. അവന്റെ പേര് നാസറേനായ യേശു. നിന്നെ വിശ്വസ്തയോട് ദൈവത്തെ സേവിക്ക്, അവന്റെ അത്ഭുതങ്ങൾ കാണും. ഓരോരുത്തരോട് ദൂത് വിളിച്ച് പറയുക, വിശ്വസ്തന്മാരെ മാനിക്കുന്ന ദൈവം. വിശ്വസ്തയോടതാകുന്ന നടുവിലും കട്ടപ്പെടുന്നത് എൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ദൈവം ഒരുക്കി വെക്കുന്ന സിംഹാസനം എത്ര ഗംഭീര. ആമേൻ. തൻ്റെ ശിഷ്യന്മാർ വരെ ചോദിച്ചു, കർത്താവേ, ഞാനിതെല്ലാം വിട്ട് വന്നിരിക്കാൻ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നോട് കൂടെ ഇരിക്കും. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്നാ സന്തോഷ വാക്തത്വമായത്. നിന്റെ മേൽ ശക്തി പകർന്ന് എന്തിനെന്നറിയാമോ? ഹല്ലേലൂയ. ഒരു പ്ലെയിൻ അന്തരീക്ഷ മണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട്, ആമേൻ, ആകർഷണ ബലത്തെ ഭേദിച്ചുകൊണ്ട് അത് പറക്കപ്പെടണമെങ്കിൽ അതിൻ്റെതാകുന്ന പവർ, അതിൻ്റെ ശക്തി അതിന് വേണം, അതിൻ്റെ ഇന്ധനം അതിന് വേണം. ഇതുപോലെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമുക്ക് പ്രതികൂലങ്ങളെ പ്രശ്നങ്ങളെ തകർക്കുവാനൊരു ശക്തി. നീ അവിടെ പോകരുന്ന് പറയാൻ അവനാര്? അല്ലെങ്കിൽ നിനക്കത് കിട്ടുന്ന അതാര്? നിന്നിൽ വ്യാപരിക്കുന്ന ദൈവമായ ശക്തി, അത് നേടിയെടുക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് ദൈവം നിനക്കത് തരികയാണ്. ഇന്ന് ദൈവം നിനക്കത് തരികയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? വചനത്തിന്റെ ശക്തി വളരെ വ്യത്യസ്തമായ നിലയിൽ ദൈവം തമ്പുരാൻ മാറ്റിക്കൊണ്ട് വന്നിരിക്കുക. ഒരു ദൈവിക ശക്തി ഒരു ദൈവഭക്തന്റെ മേലെ വെളിപ്പെടുന്നത് ചിലപ്പോൾ കട്ടതി കൂടെ ആയിരിക്കും. ഒരു ദൈവിക ശക്തി ഒരു ദൈവ പൈതന്റെ മേൽ വെളിപ്പെടുന്നത് ചിലപ്പോൾ പ്രസന്റ് കൂടെ ആയിരിക്കും. ഒരു ദൈവിക ശക്തി ഒരു പക്ഷേ ഒരു ദൈവഭക്തന്റെ മേൽ വെളിപ്പെടുന്നത് തൻ്റെ സഹോദരങ്ങളെ തമ്മിൽ പിണക്കിക്കൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? യോസേപ്പ് ഇത്ര ഉയരാൻ കാരണം തൻ്റെ സഹോദരങ്ങളാണ്. ഹന്നയ്ക്ക് മേത്തരമായൊരു കുഞ്ഞിനെ കിട്ടുവാൻ കാരണം പെനീനയാണ്. നമ്മൾ പറയണ കർത്താവ്, ഈ പെനീനെ പിടിക്കണേ, പെനീനെ പിടിച്ചാൽ നിനക്ക് കുഞ്ഞില്ല. പിന്നെ പിടിക്കും ദൈവം എപ്പോഴാ? നിനക്ക് തന്നിട്ട്. അല്ലേ? അതുകൊണ്ട് ചിലതിനൊക്കെ നിർത്തിയിരിക്കുന്ന ഒരു ഇടക്കിടക്കിടെ ഇന്ന് കേൾക്കുമ്പോ നീ തിരിച്ചിട്ട് കാണിക്കാതെ. സ്വത്രം. ഇതൊരു വ്യത്യസ്ത. ഞാൻ പരിശുദ്ധൻ പറയാ, കന്നേടതാകുന്ന പിന്നെ ആ വലിയ വേദന കണ്ടിട്ട് പുള്ളിക്കാരുടെ വീട്ടിൽ തിന്നാനും കുടിക്കാനും എല്ലാം ഉണ്ട്. ഈ കന്ന എന്ത് ചെയ്യുന്നില്ല? തിന്നാൻ കുടിക്കുന്നുമില്ല. വീട്ടിൽ ആരോടെങ്കിലും പിണങ്ങിയിട്ട് ഉപവാസം അല്ലാത്ത നിലയിൽ നീ അവിടെ കിടന്നു കഴിഞ്ഞാൽ ആ
ഉപവാസവും അല്ലാത്ത തരത്തിലെ വേദന കൊണ്ട് ആ വ്യക്തി വേദനിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ തിന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉണക്ക് ദൈവം മാറ്റിയില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ദൈവം മാറ്റത്തില്ല. കാര്യം എന്തുവാ? നിനക്കറിഞ്ഞൂടെ നീ വൈരാഗ്യത്തോടെ കിടന്നത്? അല്ലണോ? അത് ദൈവം ഉത്തരവാദിയല്ല, ദൈവം ചെയ്തില്ല. പക്ഷേ ആലയത്തിൻ്റെ അകത്ത് ചെന്നിട്ട് ഇവൾക്കറിഞ്ഞു, മറുപടി ഉണ്ടായി. കരയേണ്ടടുത്ത് കരയെന്ന്. നിന്നെ കരയിപ്പിക്കുന്നതാകുന്ന വ്യക്തികൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ, നിന്റെ സമൂഹത്തിലുണ്ടെങ്കിൽ, നിന്റെ പട്ടണത്തിലുണ്ടെങ്കിൽ, നീ ആ വ്യക്തി ഇന്നത് ചെയ്തല്ലോ ദൈവമേ എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് കരയാതെ ദൈവസന്നിധിയിൽ ചെന്നിട്ട് ഈ വ്യക്തി എന്നെ കരയിപ്പിക്കുന്ന വിഷയം ഇന്നതാ ദൈവമേ, ഇതൊന്നും നീ കൊടുത്താൽ പിന്നെ ഞാൻ കരയണ്ടല്ലോ. ദൂതി ശക്തമായി ഏറ്റെടുക്ക. എന്നോട് സ്പഷ്ടമായി ദൈവാത്മാവ് വിളിച്ചു പറയാ, നിന്നെ കരയിപ്പിച്ച ഇടത്ത് നീ കരഞ്ഞ വിഷയം ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഉറപ്പ ദൂതേറ്റെടുക്ക. ഇത് അനേകർ കാണുന്നുണ്ടല്ലോ. ഞാൻ ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നവർ ഞാൻ പറയാ, നിന്നെ കരയിപ്പിക്കുന്ന വിഷയം ദൈവം ഇന്നത് സഫലമാക്കി കഴിഞ്ഞു. ദൈവം നല്ല ഒരു പ്രവൃത്തിയാണ് ചെയ്തത്. ആമേൻ, ഹല്ലേലൂയ. യാക്കോബ് അങ്ങോട്ട് ചെന്നപ്പോൾ യോസേപ്പ് ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുക. അവിടെ സ്ഥലത്തെങ്കിരിക്കും. അങ്ങനെ പുള്ളി ഇത് കണ്ടപ്പോഴാ പുള്ളിക്ക് വളരെ സന്തോഷം. ദൈവമേ, എൻ്റെ മകൻ ഇങ്ങനെ ഉയരുവാൻ കാരണം എന്താ? അവൻ പണ്ട് കണ്ട ദർശനം, അവൻ പണ്ട് കണ്ട സ്വപ്നം, അവൻ പണ്ട് ദൈവം അവനോട് പറഞ്ഞത്, നിന്നെപ്പറ്റി വർഷങ്ങൾക്ക് മുമ്പേ ദൈവം പറഞ്ഞത്, അമ്മയുടെ ഉദരത്തിൽ നീ ജനിക്കപ്പെടുമ്പോൾ നിന്നെ പറഞ്ഞത്, നീ ഒരു കുഞ്ഞാട്ട് അവിടെ കൂടെ ഓടി നടന്നപ്പോൾ ദൈവം കണ്ടത്, നീ അവിടെ കൂടെ ഇവിടെ കൂടെ ഇരുന്നപ്പോൾ ദൈവം കണ്ടത്. ഹല്ലേലൂയ. ഗിദെയോൻ മുന്തിരി ചക്കിൻ്റെ ഇടയിൽ വെച്ച് മിഥ്യാന്റെ കയ്യിലേക്ക് ഗോതമ്പ് പെട്ടുപോകാതെ വേണം അവൻ അവിടെ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കപ്പെടുന്ന കണ്ടവനാകുന്ന ദൈവം. അന്ന് നീ പോലും അറിഞ്ഞില്ല ഇങ്ങനെ നീ വരുമെന്ന്, അന്ന് നീ അറിഞ്ഞില്ല ഈ നിലയിൽ ആരാധിക്കുമെന്ന്, അന്ന് നീ വിചാരിച്ചില്ല ഈ നിലയിലേക്ക് എത്തുമെന്ന്. പക്ഷെ ഞാൻ പരിശുദ്ധ പറയുകയാണ്, നീ അറിഞ്ഞിട്ടില്ലാത്ത തരത്തോടെ നീ നീങ്ങപ്പെടുകയാണെങ്കിലും നിന്നെ അറിവുള്ളൊരു ദൈവമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നീ പോലും അറിയാത്ത തരത്തിലാകുന്ന വേദനകൾ, നീ പോലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഞെരുക്കങ്ങൾ, നീ പോലും അറിഞ്ഞിട്ടില്ലാത്തതാകുന്ന നിലയിൽ തലമുറകൾ മാറുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, യേശുവിന്റെ ഇഷ്ടപ്രകാരം നീങ്ങുന്ന, യേശു പറയുന്ന നിലവാരത്തിൽ നീങ്ങുന്ന ദൈവത്തിന്റെ വഴി തന്നെ ദൈവം ഒരിക്കലും തള്ളിക്കളയത്തില്ല. അവനെ വടിയിൽ വെച്ച് പിടിച്ചെടുക്കുന്ന ദൈവം. ആമേൻ. വെള്ളത്തിൽ മുങ്ങുന്ന പത്രോസിനെ പിടിച്ചെടുക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. സിംഹത്തിന്റെ വാക്കകത്ത് ചെന്ന് വീണിരിക്കുന്നു എന്ന് പറയുന്ന ആമേൻ ദാനിയേലിനെ അവിടുന്ന് പിടിച്ചെടുക്കുന്ന ദൈവം. തെറ്റ് ചെയ്തിട്ടില്ലാത്ത യോസേപ്പിനെ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് ഹല്ലേലൂയ അതിൻ്റെ അകത്ത് അകപ്പെടുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് രക്ഷിക്കുന്ന ദൈവം. അതാണ് നമ്മുടെ ദൈവം. കരം ഉയർത്തി ഒരു ഹാലില് പറഞ്ഞാട്ടെ. ഒരു ദൂത് പരിശുദ്ധ പറയാൻ പറയുന്നു. ദാനിയേലിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ സിംഹത്തിന്റെ കുഴിക്കകത്തേക്ക് ആമേൻ ദൂതനെ അയച്ച് അതിൻ്റെ വായ അടച്ചു കളഞ്ഞു, അല്ലേ പാസ്റ്റർ? എന്നാൽ ഏറ്റവും അധികം അപവാദ കുരുക്കിലെന്നതുപോലെ പെട്ടുപോയ യോസേപ്പ് ചെയ്യാത്തതിനെ ചെയ്തെന്ന് പറഞ്ഞ് അത്രയും നാണം കെട്ട ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവൻ പിന്നെ നിലപൊക്കത്തില്ല. പിടിയോ? ചെയ്യാത്തതിനെയാ ചെയ്തെന്ന് പറഞ്ഞ് ദൈവാത്മാവിന്റെ ദൂതാ. അങ്ങനെ നാണം കെട്ട് പോയതാകുന്ന ആ ഇടത്ത് ദൈവം അവിടെ ഇറങ്ങി ചെന്നിട്ടില്ല, ദൂതന് ഇറങ്ങി ചെന്നിട്ടില്ല. പക്ഷേ ദൈവം ആദ്യമായിട്ടൊരു വഴി ഒരുക്കി കൊടുത്തു. ഫറവോന്റെ കൊട്ടാരത്തിലുള്ള അപ്പക്കാരനെയും വീഞ്ഞുവാകനെയും യവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഇതേപോലെ വരും. ഉയരത്ത് നിന്നും താഴെ ഇറങ്ങി വരും. ഉയരത്തിൽ നിന്നും താഴെ ഇറങ്ങി വരും. ഇവന്റെ അടുക്കൽ വരുമ്പോൾ ഇവന് മനസ്സിലായി വഴി തെളിയുന്നുണ്ട്. ഉറപ്പാ. ടച്ച്. സഭയുടെ ദൂത് വഴി തെളിയുന്നുണ്ട്. വഴി തെളിയുന്നുണ്ട്. നിന്റെ കണ്ണടഞ്ഞടഞ്ഞു വരുന്ന സമയത്ത് ദൈവം തെളിച്ചു വിടുന്നു.
നിനക്ക് ശരീരത്തിൽ രോഗം ഇരിക്കപ്പെടുമ്പോൾ വഴി തെളിഞ്ഞു വരുന്നു. നീ എന്തിന് പ്രാർത്ഥിക്കണം ചോദിച്ചപ്പോൾ വഴി തെളിഞ്ഞു വരുന്നു. നീ എന്തിന് ബൈബിൾ എടുക്കണം തോന്നിയപ്പോൾ വഴി തെളിഞ്ഞു വരുന്നു. ഞാൻ എന്തിന് ജീവിച്ചിരിക്കുന്നു പറയപ്പെടുമ്പോൾ വഴി തെളിഞ്ഞു വരുന്നു. നീയും ജീവിക്കണം, നിന്റെ കുഞ്ഞുങ്ങൾ ജീവിക്കണം. നീ ജീവിച്ചിരുന്ന് യഹോവയുടെ അത്ഭുതങ്ങളെ വർണ്ണിക്കണം. അതാണ് ഈ സഭ, അതാണ് നിങ്ങൾ, അതാണ് ദൈവശബ്ദം കേൾക്കുന്നവർ. ഞാൻ പരിശുദ്ധാത്മ തർപ്പിച്ച് പറയുന്നു, ദൈവം അതോടെ ചെയ്യാൻ പോവുകയാണ്. ഒരു വഴി കറക്റ്റായി തെളിയും. വ്യക്തമായി പറഞ്ഞു, ഒരു വഴി കൃത്യമായി തെളിയും. തുറക്കുന്ന വഴി ഏറ്റവും മേത്തരമായ വഴിയാ. ഇവൻ ദൈവിക ശുശ്രൂഷ ഈ നിലയിൽ പോകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പോവുകയാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞു. നമുക്ക് അധികാരം കണ്ടോ, അത് മാറിയിട്ടില്ല. അധികാരം അവിടെ നിൽക്കുന്നത് പോലെ. ഹല്ലേലൂയ. ദൈവം നമ്മൾ അയക്കുന്ന ഒരു ദൂതായത്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും വരാത്ത ഇടത്തു നിന്നും ദൈവം രണ്ടുപേരെ അയച്ചു കൊടുത്തു. ഒരിക്കലും വരികയില്ലെന്ന് പറഞ്ഞവർ വരും. മനസ്സിലാണോ? കേൾക്കുന്നുണ്ടോ? ഒരിക്കലും നിന്റെ വീട്ടിൽ വരികയില്ലെന്ന് പറഞ്ഞവർ വരും. ഒരിക്കലും നിന്റെ കൂടെ ആരാധിക്കത്തില്ലെന്ന് പറഞ്ഞവർ വരും. ഒരിക്കലും സ്നാനപ്പെടുകയില്ലെന്ന് പറഞ്ഞത് സ്നാനപ്പെടും. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറഞ്ഞത് നടക്കും. അവൻ നടത്തും, അവൻ നടത്തും. നിങ്ങൾ ദൂതത്തെടുക്കെ, അവൻ നടത്തും. അവനാ ചെയ്യുന്നത്, ദൈവമാ ചെയ്യുന്നത്. ദൈവം ചെയ്യും, ചെയ്യേണ്ട നിലയിൽ ചെയ്യും, ചെയ്യേണ്ട നിലയിൽ ചെയ്യും. യെസ്, ചെയ്യേണ്ട നിലയിൽ ചെയ്യും. ദൈവാസനെ ചെയ്യേണ്ട നിലയിൽ ചെയ്യും. വിശ്വസിക്ക ദൈവാസന്മാര് ചെയ്യേണ്ട നില ചെയ്യും. നിങ്ങൾ വിശ്വസിച്ച് ചെയ്യേണ്ട നില ഇനിയും ചെയ്യും. അവൻ ചെയ്യും. മകളെ ദൈവം ചെയ്യും. വിശ്വസിക്ക്, ദൈവം ചെയ്യും, ദൈവം ചെയ്യും, ദൈവം ചെയ്യും. മകളെ ദൈവം ചെയ്യും, ദൈവം ചെയ്യും. യെസ്, ദൈവം ചെയ്യും, ദൈവം അത് ചെയ്യും. യെസ്, വിശ്വസിക്ക മകളെ, ദൈവം അത് ചെയ്യും. വിശ്വസിക്ക മകനെ, ദൈവം അത് ചെയ്യും. വിശ്വസിച്ചാട്ടെ. ഇന്ന് അവനൊന്ന് ചെയ്യുന്നുണ്ട്, അവനൊന്ന് ചെയ്യുന്നുണ്ട്. ഓ ജീസസ്, ഹല്ലേലൂയ. ഇന്നത്തെ ശുശ്രൂഷ നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായി പറയുന്നു. കൊടുങ്കാറ്റില് ഏലിയ ഒരു ഗുഹയിൽ കയറിയിരിക്കുക. ഒരു ഭയങ്കരമായ തീ പുറപ്പെട്ടു. അതിൻ്റെ അകത്ത് യഹോവ ഇല്ലായിരുന്നു. ഒരു ഭയങ്കരമാകുന്ന ചുഴലിക്കാറ്റുണ്ടായി. അതിൽ യഹോവ, ഒരു മൃദുലമായ ശബ്ദം, ഒരനക്കമില്ല. നിന്നെ ഏത് നിലയിലും വിടുവിക്കുവാനും നിന്നോട് സംസാരിക്കാനും ദൈവത്തിന് കഴിയുമെന്ന് തെളിയിക്കുന്ന വേദന. നീ ചിലപ്പോൾ ശബ്ദമൊന്നും പുറത്തു വരത്തില്ല. നീ നിന്റെ റൂമിനൊക്കെ തുറന്നു കൊണ്ട് കർത്തോ ഇങ്ങനെ തലയാട്ടിയല്ല ആളല്ലേ. കുറച്ചൊരു സ്വത്രം പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അകത്തിരിക്കുന്ന ഒരുത്തൻ കുറച്ചൊന്ന് കൈയടിക്കണം ആഗ്രഹമുണ്ട്. പക്ഷേ വീട്ടിൻ്റെ അകത്ത് പ്രതികൂലമാ. ഞാൻ ആത്മാവിൽ പറയാ, മൃദുലമായൊരു ശബ്ദത്തിലൂടെ ഇന്ന് പകൽ നിന്റെ വിടുതല, നിന്റെ വിടുതല, നിന്റെ വിടുതല. ദീപാല ശാന്തര ബൗഢ്യ ബല ബല ബൗ ശാന്തര ബൗഢവ ഉദബല ബല ബൗ ശാന്തര ബൗഢവ ഗദര ബൗഢവ റീഗൽ കടകം തുറബല ബല ബൗ ശാന്തൽ ബൗഢവ. ആത്മാവ് വളരെ സ്പഷ്ടമായി പറയുന്നു, വ്യക്തികളുടെ മേലാകുന്ന അത്ഭുത വിടുതൽ ഇവിടെ നടക്കുന്നുണ്ട്. ഒരു വലിയ ജയത്തിന്റെ ശുശ്രൂഷ ഇവിടെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവിക ശക്തി ഞാൻ വ്യക്തമായി പറയുന്നു. ദൈവസഭയ്ക്ക്, ദൈവ പൈതലേ, നിനക്കൊരു വഴി ഇന്ന് തുറക്കുകയാ. ഒരിക്കലും തുറക്കാത്ത സ്ഥലത്തുള്ള വഴിയാ തുറക്കുന്നേ. ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത വ്യക്തിയെ കാണാൻ പോകുന്നു. യോസേഫ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വ്യക്തിയാ. വീഞ്ഞുവാകനും അപ്പക്കാരനും അവരെ രണ്ടുപേരെ യോസേഫ് കാണുന്നുണ്ട്. അങ്ങനെ കണ്ടതുപോലെ നീ ഇന്ന് കാണാൻ പോകുകയാ, ഇന്ന് കാണാൻ പോകുകയാ. പരിശുദ്ധാത്മ പറയുന്നു, ആ യാത്രയെ നീ കാണും. മറന്നു പോകരുത്. ആ വാഹനത്തിരിക്കുന്ന നീ കാണും, അവിടെ കൂടെ നിൽക്കുന്ന നീ കാണും. അത് നിന്നോട് വിളിച്ച് സംസാരിക്കും. അത് നീ ഫോണിലൂടെ ശബ്ദം കേൾക്കും. അത് ആമേൻ കമ്പ്യൂട്ടറിലൂടെ അത് നിനക്ക് കണ്ണാൽ കാണത്തക്ക നിലയിൽ വരെ ദൈവം അത് ചെയ്യുന്നുണ്ട്.